മീനിന് പൊള്ളുന്ന വില. ക്രിസ്തുമസിന് ഇഷ്ടപ്പെട്ട വിഭവമായ മീൻ എങ്ങനെ കഴിക്കുമെന്ന ചിന്തയിലാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. ക്രിസ്തുമസ് വിപണി ലക്ഷ്യമിട്ട് അന്യായമായി മീനിന് വില കൂട്ടിയിരിക്കുകയാണ് ഇടനിലക്കാര്. വലിയ മീനൊക്കെ കഴിഞ്ഞ ആഴ്ചയേക്കാൾ 100, 200, 300 രൂപയൊക്കെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ക്രിസ്തുമസ് തലേന്ന് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണിതെന്നാണ് കച്ചവടക്കാർ തന്നെ പറയുന്നത്. ചെറുമീനുകളുടെ വിലയിൽ വലിയ വർധനവില്ലെങ്കിലും അതും ശരാശരി വില 200 രൂപയിലേക്ക് അടുത്തു കഴിഞ്ഞു. 1.25 കിലോയും 1.5 കിലോയും 100 രൂപയ്ക്ക് കിട്ടുന്ന കുഞ്ഞൻ മത്തിക്കാണ് ഏറ്റവും വിലക്കുറവ്. കിളിമീന് 200 രൂപ മുതൽ 300 രൂപ വരെ വാങ്ങിക്കുന്നു. കഴിഞ്ഞ ദിവസം ആയൂരിൽ 340 രൂപ കിളിമീനിന് വാങ്ങിച്ചു. ക്രിസ്മസ് വിപണിയിൽ കൂടുതൽ ആവശ്യക്കാരുള്ള പീസ് മീനിന് വൻ വിലയാണ് ഈടാക്കുന്നത്. ആവോലിയുടെ വില 750 മുതൽ 800 രൂപ വരെയായി. വറ്റ പീസ് 480 രൂപ മുതൽ 680 രൂപയ്ക്ക് വരെ വിൽക്കുന്നു. ഒരാഴ്ച കൊണ്ട് പലതിനും 250 രൂപ മുതൽ 300 രൂപ വരെ വർദ്ധിച്ചു. മീനിന് ക്ഷാമമില്ല, എന്നിട്ടും ക്രമാതീതമായി വില കൂട്ടുകയാണ്. മീൻ വരവിന് കുറവില്ലെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വില കൂടാൻ പ്രത്യേക കാരണമൊന്നും കാണുന്നുമില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വില കൂട്ടി മീൻ എത്തിക്കുകയാണെന്നാണ് ഒരു മത്സ്യ വ്യാപാരി പറഞ്ഞത്. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് മുന്നേ സംഭരിച്ചു വെച്ച മീനുകളാണിത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് സൂക്ഷിക്കുന്നവയും വിപണിയിലുണ്ട്. ഉയർന്ന വിലയുള്ള മീനുകൾ അത് വാങ്ങാൻ വ്യാപാരികളും തയ്യാറാകുന്നില്ല. അയില 240 രൂപ വരെയായി. കണ്ണനയിലേക്ക് 200 രൂപ മുതൽ 220 വരെ ഈടാക്കുന്നു. ചെമ്മീൻ 340 മുതൽ 440 വരെയായി. ഒലക്കൊടിയൻ പീസ് 480 മുതൽ 500 ആയി. 400 രൂപ കൊടുത്താൽ മാത്രം കിട്ടിയിരുന്ന മത്തിക്ക് ഇപ്പോൾ 200 രൂപ കൊടുത്താൽ മതി. അത് കുറഞ്ഞു. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ മീൻ വില സാധാരണക്കാരുടെ കൈയെത്തും ദൂരത്തായി. പക്ഷേ വാങ്ങാൻ ചെല്ലുമ്പോൾ കൈ പൊള്ളും. തീരങ്ങളിൽ കുഞ്ഞൻ മത്തിയുടെ ചാകരയായതുകൊണ്ടാണ് അതിന് മാത്രം വിലക്കുറവുള്ളത്. തീരദേശത്ത് നിന്ന് മത്തി വാരിക്കുട്ടി കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്നു. പൊതുവെ കുഞ്ഞൻ മത്തിക്ക് മത്സ്യ മാർക്കറ്റുകളിൽ ആവശ്യക്കാർ കുറഞ്ഞു. വിൽക്കാൻ കൊണ്ടുവന്നതിൽ ബാക്കിയുള്ളവ കളയുന്ന സ്ഥിതിയാണിപ്പോൾ. മത്സ്യബന്ധന വള്ളങ്ങളിൽ നിന്ന് മതിപ്പ് വിലയ്ക്കെടുക്കുന്ന കച്ചവടക്കാർ വിൽപ്പന കുറഞ്ഞതോടെ മംഗലാപുരത്തെ വള്ളം നിർമ്മാണ കമ്പനിയിലേക്ക് കയറ്റി അയക്കുകയാണ്.